അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഈ അടുത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 2026 ജനുവരി 10-ാം തീയതി ശനിയാഴ്ച ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 10-ാം ക്ലാസ്സിന് വേണ്ടി പൊതുപരീക്ഷ നടത്തിയിരുന്നു. അതിൻ്റെ ആൻസറൊക്കെയാണ് വായിക്കാൻ പോകുന്നത്. ഇതേ സിലബസ് തന്നെയാണ്, ഇതേ കിതാബ് തന്നെയാണ് കെ.പി. സമസ്തയുടെ ജനറൽ മദ്രസയിലും പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും കെ.പി. സമസ്തയിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടും. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് വായിക്കാം. ആദ്യമായി ശരിയുത്തരത്തിന്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. മറ്റൊരാളെ വക്കാലത്താക്കാൻ പറ്റുന്ന ഒരു ഇബാദത്ത്. വക്കാലത്താക്കാൻ പറഞ്ഞാൽ ഏൽപ്പിക്കുക. അസ്സലാത്ത് അൽ ഉംറ ഇഅ്തികാഫ്. ഏതാ ശരി? അൽ ഉംറ, ഉംറയാണ് മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റുക, വക്കാലത്താക്കാൻ പറ്റുന്നത്. രണ്ടാമത്തത്, ഇവർ വല്ല സാധനവും സൂക്ഷിക്കാൻ തന്നാൽ ആരും അതിനെ സൂക്ഷിക്കരുത്. കുട്ടികൾ, സ്ത്രീകൾ, യാത്രക്കാർ. ഏതാണ് ഉത്തരം? കുട്ടികൾ എന്നുള്ളതാണ്. 3. അൽ ഫുർഖത്തു ബിഇവളിൻ. ഒരു പകരം കൊടുത്ത് വേർപ്പെടുത്തുക. അൽ ഫസ്ഖ് അൽ ഖുൽഅ അത്വലാഖ്. ഇതെന്താ പറയാ? ഖുൽഅ എന്നാണ് പറയാ. അതാണ് ഉത്തരം. നാലാമത്തത്, ഒരു വസ്തു എത്ര തവണ കടം കൊടുത്താലാണ് അതൊരു തവണ സ്വതക്ക ചെയ്ത് ലഭിക്കുക? 4 തവണ, 3 തവണ, 2 തവണ. ഏതുത്തരം? 2 തവണ എന്നുള്ളതാണ് ആൻസർ. അഞ്ചാമത്തത്, സ്ത്രീക്ക് ഇദ്ദ നിർബന്ധമാകുന്ന കാരണങ്ങൾ സലാസത്തുൻ അർബഅത്തുൻ ഖംസത്തുൻ. എത്രയാണ്? സലാസത്തുൻ, 3 എണ്ണം. ആറാമത്തത്, വാടകക്ക് നൽകുന്നതിന് റുക്നുകളിൽ പെട്ടതാണ് മബീഅ, മുഈർ, മുക്ർ. ഏതാണ് ഉത്തരം? മുക്റാണ് അതിന്റെ റുക്ന് വരിക. രണ്ടാമത്തെ, ചേരുംപടി ചേർക്കുക. അതിൽ 1 മയ്യത്ത് പരിപാലനം ലിതർസി, ഫർള് കിഫായ. 2 വായ്പ നൽകൽ ലെറ്റർ ഇ, സുന്നത്ത്. 3 സലാം അടക്കൽ ലെറ്റർ എ, വാജിബ്. 4 മാഉൽ ഫഹ്ലി വിൽക്കൽ ലെറ്റർ ബി, ഹറാം. 5 കൂടുതൽ സമ്പത്തും ഹറാമുള്ളവനോട് ഇടപാട് നടത്തൽ ലെറ്റർ ഡി, കറാഹത്ത്. ഇനി 3 വിട്ട ഭാഗം പൂരിപ്പിക്കുക. അതിലൊന്ന്, മഹർ വെള്ളിയാണെങ്കിൽ 10 ദിർഹമിനേക്കാൾ കുറയാതിരിക്കൽ സുന്നത്താണ്. രണ്ടാമത്തത്, ദിമ്മത്തിൽ വിവരിക്കപ്പെട്ട ഒരു വസ്തുവിനെ വിൽക്കുന്നതിനാണ് സൽമ കച്ചവടം എന്ന് പറയുന്നത്. ദിമ്മത്ത് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തത്തിൽ പിന്നീട് നൽകണം എന്നുള്ളതിനാണ് ദിമ്മത്ത് എന്ന് പറയാം. 3 ഗർഭിണിയുടെ ഇദ്ദകാലം പ്രസവിക്കുന്നത് വരെയാണ്. നാലാമത്തത്, കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യത്തിഹി. എല്ലാവരും ഭരണാധികാരികളാണ്, അവന്റെ ഭരണത്തെക്കുറിച്ച് ചോദിക്കപ്പെടുന്നതാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. അഞ്ചാമത്തത്, വമിൻ ഹുഖൂഖി സൗജത്തി അല സൗജി അൽ മുആശറത്തു ബിൽ മഅറൂഫി വൽ മുഉനത്തു വൽ മഹ്റു വൽ ഖസ്മു. ഇവിടെ മുഉനത്ത് എന്നാണ് ഫില്ല് ചെയ്യേണ്ടത്. എന്നതിന്റെ മീനിങ്, ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളിൽപ്പെട്ടതാണ് നല്ല നിലയിൽ സഹവർത്തിക്കുക, ചെലവ് നൽകുക, മഹർ കൊടുക്കുക, ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ വിഹിതം കൃത്യമാക്കുക എന്നുള്ളത്. ആറാമത്തത്, ഇആറത്തിന്റെ ഷർത്തുകൾ 4 എണ്ണമാകുന്നു. ഇനി നാലാമത്തത്, ഒറ്റവാക്കിൽ ഉത്തരം എഴുതാം. ചോദ്യം 1, പരസ്പരം കണ്ടുമുട്ടിയ 2 പേർ ഒപ്പം സലാം പറഞ്ഞാൽ ആരാണ് മടക്കേണ്ടത്? 2 പേരും മടക്കണം. രണ്ടാമത്തത്, അനുവദനീയമായ കാര്യങ്ങളിൽ അല്ലാഹു തആലാക്ക് ഏറ്റവും കോപമുള്ളത് ത്വലാഖാണ്. മൂന്നാമത്തെ ചോദ്യം, ബൈഇന്റെ റുക്നുകൾ എത്ര? 6. ചോദ്യം 4, ഖിറാദിന് പറയപ്പെടുന്ന മറ്റൊരു പേര് മുളാറബ. അഞ്ചാമത്തത്, വ്യഭിചാരം സ്ഥിരപ്പെടുത്താൻ ആവശ്യമായ സാക്ഷികളുടെ എണ്ണം
എത്രയാണോ? 4 പുരുഷന്മാർ. 6-ാമത്തെ ചോദ്യം, കടം നൽകുന്നവൻ ഉപകാരം ഷർത്താക്കിക്കൊണ്ട് കടം നൽകുന്നതിന്റെ ഹുക്മ് ഹറാമുൻ ഫാസിദുൻ. 5 ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതി. അതിലൊന്ന്, വിജനമായ സ്ഥലത്തെത്തിയ ഒരാൾ എങ്ങനെയാണ് സലാം പറയേണ്ടത്? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. 2-ാമത്തെ ചോദ്യം, ഇജാറത്തു ഐനിന് ഉദാഹരണം ഏതാ? ഈ വാഹനത്തെ ഒരു മാസത്തേക്ക് ഇത്ര രൂപക്ക് പകരം ഞാൻ നിനക്ക് വാടകക്ക് നൽകി. ഇതാണ് ഇജാറത്ത് ഐനിന്റെ ഉദാഹരണം. 3-ാമത്തെ ചോദ്യം, വിൽപ്പന വസ്തുവിന്റെ ഷർത്തുകളിൽ 4 എഴുതുക. 1 ഉടമസ്ഥത, 2 ശുദ്ധി, 3 ഉപയോഗം, 4 ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുക. 4-ാമത്തെ ചോദ്യം, വക്കാലത്ത് എന്നാൽ എന്ത്? ജീവിതകാലത്ത് ചെയ്യാൻ വേണ്ടി പകരമാക്കാൻ പറ്റുന്ന കാര്യത്തിൽ ഒരു വ്യക്തി മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനാണ്. 5-ാമത്തെ ചോദ്യം, നിക്കാഹ് ഫസ്ഖ് ചെയ്യൽ അനുവദനീയമാകുന്ന കാരണങ്ങളിൽ 2 എഴുതുക. 1 നിക്കാഹിന്റെ അയ്ബ്, 2-ാമത്തത് ഷർത്തിനെതിരാവുക. 6-ാമത്തെ ചോദ്യം, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ. ആശയം ഇത് എന്താ? അതിന്റെ ആശയം, നിങ്ങളെ തിരിച്ചേൽപ്പിച്ച വസ്തുക്കളെ തിരിച്ചു നൽകാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. 7-ാമത്തെ ചോദ്യം, 1 2 തൊലാഖ് ചൊല്ലപ്പെട്ടവൾ അഥവാ റജായിയത്ത് 2 വിഷയത്തിൽ ഭാര്യയെ പോലെയാണ്. അവയവ 1 അനന്തരമെടുക്കുന്ന വിഷയത്തിലും, 2 ചെലവ് കൊടുക്കുന്ന വിഷയത്തിലും. ഇനി 6-ാമത്തത്, 2-ൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1 മുആശറത്ത് സൗജൈനി, അതല്ലെങ്കിൽ അസ്വദാഖ്. ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് എഴുതിയാൽ മതി. മുആശറത്ത് സൗജൈനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സഹവർത്തിത്വം. 2 അസ്വദാഖ്, സ്വദാഖ് മഹറിനെ കുറിച്ച് എഴുതി. ഞാനിവിടെ എഴുതിയിട്ടുള്ളത് മുആശറത്ത് സൗജൈനിയെ കുറിച്ചാണ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സഹവർത്തിത്വം. ഭാര്യ ഭർത്താക്കന്മാർ നല്ല നിലയിൽ സഹവർത്തിക്കൽ നിർബന്ധമാണ്. പരസ്പരം വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ തടയണം. ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട കടമകൾ 4. 1 അവനെ അനുസരിക്കുക, 2 നല്ല നിലയിൽ സഹവർത്തിക്കുക, 3 അവളെ ശരീരം അവനിലേക്ക് ഏൽപ്പിക്കുക, 4 അവനുമായി കൂടെ താമസിക്കുക. ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളും 4. 1 നല്ല നിലയിൽ സഹവർത്തിക്കുക, 2 ചിലവ് കൊടുക്കുക, 3 മഹർ കൊടുക്കുക, 4 ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ വിഹിതം വെക്കുന്നത് കൃത്യത പാലിക്കുക. ഇനി 2-ാമത്തത്, ഈജാബ് വൽ ഖബൂലു ഫിൽ ബൈഇ. കച്ചവടത്തിലുള്ള ഈജാബും കബൂലും അതിനെ കുറിച്ച് എഴുതാം. അതല്ലെങ്കിൽ അശരിക്കത്ത്, ശരിക്കത്തിനെ കുറിച്ച് എഴുതുക. ഷെയർ ബിസിനസിനെ കുറിച്ചാണ് എഴുതേണ്ടത്. ഞാനിവിടെ ശരിക്കത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഷിർക്കത്തുൽ ഇനാൻ മാത്രമാണ് ഇതിൽ സ്വഹിയാകുന്നത്. ഷിർക്കത്തുൽ ഇനാൻ എന്നാൽ 2 പേര് കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരു സമ്പത്തിൽ 2 പേർ പങ്കുചേരുന്നതിനാണ്. അതിന്റെ റുക്കുനുകൾ 5. 1 2 2 ഇടപാട് നടത്തുന്നവർ, 3-ാമത്തത് ഇടപാട് നടത്തുന്ന സമ്പത്ത്, 4 ജോലിയെ പറയുക, 5 സീഗ. അതിന്റെ ഷർത്തുകൾ 1 ഇടപാട് നടത്തുന്ന വസ്തു തുല്യതയുള്ള വസ്തുവായിരിക്കുക, ഗോതമ്പ് നാണയം പോലെ. 2 സമ്പത്തിന്റെയും ജിൻസും ഇനവും വിശേഷണവും യോജിക്കുക. 3 രണ്ടും വേർതിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഇടപാട് നടത്തുന്നതിന് മുമ്പ് കൂട്ടിക്കലർത്തുക. 4 പരസ്പരം കച്ചവടം ചെയ്യാൻ അനുമതി നൽകുക. 5 ലാഭവും നഷ്ടവും 2 സമ്പത്തിന്റെ അളവനുസരിച്ചായിരിക്കുക. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് നല്ല മാർക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.